പത്തനംതിട്ട കൊടുമണ്ണിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ്. പത്തനംതിട്ട ഇസാഫ് ബാങ്കിലേക്കാണ് മാർച്ച് നടക്കുന്നത്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് വിശദാംശം? ഷമീബ്, ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. ഇസാഫ് മൈക്രോ ഫിനാൻസ് ലോൺ എടുത്ത വീട്ടമ്മയായ ലീലയാണ് ആത്മഹത്യ ചെയ്തത്. ലീലയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഉൾപ്പെടെ ഇസാഫ് മൈക്രോ ഫിനാൻസിന്റെ ജീവനക്കാർ നടത്തിയ ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിലെ ഇസാഫ് ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടർന്ന് സമരം തുടരുകയാണ്. നമുക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ചോദിക്കാവുന്നതാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ബി നിസാം ഉൾപ്പെടെയുള്ളവരുണ്ട്. നിങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് ഡിവൈഎഫ്ഐ കടക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു പ്രതിഷേധമാണ്. 2-3 ദിവസം മുമ്പാണ് ഇസാഫ് ബാങ്കിന്റെ ക്രൂരത കൊണ്ട് ഒരു കുടുംബം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യ ശ്രമിച്ച ആ കുടുംബത്തിൽ ലീല എന്ന് പറയുന്ന വീട്ടമ്മ മരണപ്പെട്ടു. അതില് മകനും ലീലയുടെ ഭർത്താവും ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. എന്താണ് അതിന് ആധാരമായ സംഭവം എന്ന് ചോദിച്ചാൽ, ഇസാഫ് ബാങ്കിൽ നിന്നും ലീലയും മകനും വായ്പ എടുത്തിരുന്നു. മകന്റെയും ലീലയുടെയും വായ്പ ഒരു ദിവസം മുടങ്ങിപ്പോയി. രാവിലെ വീട്ടിലെത്തി പണം പിരിക്കാനായി എത്തുന്നു. അന്നേരം പൈസ ഇല്ല, വൈകിട്ട് കൊടുക്കാമെന്ന് പറയുന്നു. വൈകുന്നേരത്ത് നിശ്ചയമായും തരണം എന്ന് ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. വൈകിട്ട് പോയപ്പം പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വീട്ടമ്മയും മകനെയും വീട്ടിലിട്ട് പൂട്ടി ഭീഷണിപ്പെടുത്തി. നാട്ടിലിറങ്ങി അപമാനിച്ചു, ആക്ഷേപിച്ചു. പിറ്റേ ദിവസം ഇതേ തന്നെ തുടർന്നു. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതൊരു ധനകാര്യ സ്ഥാപനം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ധനകാര്യ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് നാടിന്റെ പുരോഗതിക്കല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഈ വട്ടിപ്പലിശക്കാരും ഈ ബ്ലേഡ് മാഫിയകളൊക്കെ ഉണ്ട്. അതേപോലുള്ള ആളുകളാണ്, ആ നിലയിലാണ് ഇപ്പോൾ ഇസാഫ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസാഫ് ബാങ്കിന്റെ കുടിശ്ശിക പിരിക്കാൻ അവിടുത്തെ ജീവനക്കാരല്ല പോകുന്നത്. ഇസാഫ് ബാങ്കിന് ഒരു കൊട്ടേഷൻ സംഘമുണ്ട്. ആ കൊട്ടേഷൻ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വീടുകളിൽ പോയി പണം പിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇവിടെ 1.5 മാസം മുമ്പ് മറ്റൊരു ബാങ്കിന്റെ ഇതേപോലെ കുടിശ്ശിക വായ്പ പിടിച്ചെടുക്കുന്ന ഒരു കൊട്ടേഷൻ സംഘത്തെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് 4 ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ഓമല്ലൂര് തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ അവരെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവരാണ് വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുന്നത്. പണം കൊടുത്തില്ലേ നിർബന്ധപൂർവ്വം പണം പിരിച്ചുകൊണ്ട് പോവുക, ഭീഷണിപ്പെടുത്തുക, സ്ത്രീകളെ അപമാനിക്കുക, കുടുംബത്തിലുള്ള ആളുകളെ ആക്ഷേപിക്കുക. അപ്പൊ ഈ നിലയാണ് ഇവർ തുടരുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇസാഫ് ബാങ്കിന്റെ ഇത്തരം പണികൾക്കെതിരെ നാട്ടിലാകെ ഇത്തരത്തിൽ വലിയ പരാതികളാണ് ഉയർന്നു വരുന്നത്. ഈ ബാങ്ക് ഈ പ്രതിഷേധം കണക്കാക്കി അടച്ചിട്ടിരിക്കുകയാണ്, പത്തനംതിട്ട ബ്രാഞ്ച്. എന്താണ്? അതെ, ഇത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കൊണ്ടിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലയിലെ മുഴുവൻ ബ്രാഞ്ചുകളും അടച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഡിവൈഎഫ്ഐ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്, ഒന്ന്, ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിക്കണം. പോലീസ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പോലീസ് അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ കുടുംബം അനാഥമായി പോയി. ഈ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ഈ ഇസാഫ് ബാങ്കിന്റെ മാനേജ്മെന്റ് നൽകണം. ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം. ആ കുടുംബത്തിന്റെ വായ്പ എഴുതിത്തള്ളണം. ഇപ്പൊ ചികിത്സയിൽ കിടക്കുന്ന അച്ഛന്റെയും മകന്റെയും എല്ലാ ചികിത്സാ ചെലവുകളും ഈ ഇസാഫ് ബാങ്ക് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഷമി, വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന്. ആ കുറ്റക്കാർക്ക് നടപടി സ്വീകരിക്കണം. ആ കുടുംബത്തെ തുടർന്നും സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകണമെന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയെ ആവശ്യപ്പെടുന്നത്. ഷമി, വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. പത്തനംതിട്ടയിൽ സുജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.